വഖഫ് ഭേദഗതി ബിൽ നാളെ പാർലമെന്റ് പരിഗണിക്കും. നാളെ 8 മണിക്കൂർ ചർച്ചയാണ് സ്പീക്കർ അനുവദിച്ചത്. പ്രതിപക്ഷം 12 മണിക്കൂർ ആവശ്യപ്പെട്ടെങ്കിലും ഭരണപക്ഷം അംഗീകരിച്ചില്ല. പാർലമെന്റിൽ വഖഫ് ബില്ലിനെ കേരളത്തിലെ എല്ലാ എംപിമാരും പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ വഖഫ് ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വിളിച്ച യോഗം അല്പസമയത്തിനകം തുടങ്ങും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ആണ് ചേരുന്നത്. ശരത് ലാൽ, കേരളം പ്രത്യേകിച്ച് നോക്കുകയാണ് ഏത് രീതിയിലാകും ഈ ഒരു ചർച്ച അവിടെ നടക്കുക എന്നുള്ളത്. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്കാണ് സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നത്. അതിനെ ഏത് രീതിയിലാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്? അതുപോലെ കോൺഗ്രസ് വിളിച്ച യോഗം എപ്പോഴാണ് ആരംഭിക്കുക? കോൺഗ്രസ് വിളിച്ചു ചേർത്ത ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം 6 മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പാർലമെന്റ് അനക്സിൽ വെച്ചാണ് യോഗം. അതേപോലെ അതിനുശേഷം കോൺഗ്രസ് എംപിമാരുടെ യോഗവും നടക്കും. അത് 7 മണിക്കാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുടെ യോഗം നീണ്ടുപോകുകയാണെങ്കിൽ കോൺഗ്രസ് എംപിമാരുടെ യോഗം അല്പസമയം കൂടി വൈകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നാളെ 2 മണിയോട് കൂടിയാണ് പാർലമെന്ററി കാര്യമന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രിയുമായ കിരൺ റിജു വഖഫ് ബിൽ അവതരിപ്പിക്കുക. അന്ന് തന്നെ, അതായത് നാളെ തന്നെ അതിൽ ലോക്സഭയിൽ അമിത്ഷാ ഇത് സംബന്ധിച്ച പ്രസംഗം നടത്തും. ലോക്സഭയിൽ ഇടപെട്ട് സംസാരിക്കുന്നത് NDA സർക്കാരിന് വേണ്ടി അമിത്ഷയാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ്. അതേപോലെ തന്നെ TDP ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. TDPയുടെയും അതുപോലെ JDUയുടെയും പിന്തുണ NDA ഉറപ്പാക്കിയിട്ടുണ്ട്. BJP 3 ലൈൻ വിപ്പ് BJPയും കോൺഗ്രസും തങ്ങളുടെ എംപിമാർക്ക് ഡൽഹി വിട്ടു പോകരുത് എന്ന കർക്കശമുള്ള 3 ലൈൻ വിപ്പ് നൽകിയിട്ടുണ്ട്. സഭാ സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കെടുക്കണം, വോട്ടെടുപ്പ് ഉണ്ടായാലും എപ്പോഴും വോട്ടിങ്ങിന് തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ഈ 3 നില വിപ്പില് BJPയും കോൺഗ്രസും നൽകിയിരിക്കുന്നത്. എന്നാൽ TDPയും അതുപോലെ JDUയും വിപ്പ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിലെ തൃണമൂലും വിപ്പ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ഏതായാലും 2 വിഭാഗവും വളരെ ശക്തമായി ചേരിതിരിഞ്ഞുകൊണ്ട് പാർലമെന്റിൽ വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ ഏറ്റുമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനെ കോൺഗ്രസിൽ കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരിൽ ആശയക്കുഴപ്പമുണ്ട്. അവരെ സംബന്ധിച്ചോളം കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ ആഹ്വാനം അവരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം 9ഓളം എംപിമാരുടെ കത്തോലിക്ക വിശ്വാസികൾക്ക് സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നവരാണ്. കത്തോലിക്ക ബിഷപ്പുമാർ ഇത്തരമൊരു നിലപാടെടുത്തതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു ആശങ്ക കോൺഗ്രസ് എംപിമാരുടെ നീക്കങ്ങളിലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലും കോൺഗ്രസ് എംപിമാർ രാഹുൽ ഗാന്ധിയുമായിട്ടും അതേപോലെ മല്ലികാർജ്ജുന ഖാർഗെയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇതിനിടെ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി വൈകുന്നേരങ്ങളിൽ. ഏതായാലും ഇരു വിഭാഗത്തിലും വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഡൽഹിയിൽ. ശരി ശരത് ലാൽ, വഖഫ് ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ പരിഗണിക്കും. നാളെ 8 മണിക്കൂർ ചർച്ചയാണ് സ്പീക്കർ അനുവദിച്ചിരിക്കുന്നത്.